ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ദേ ഇതാണ് പുറത്തത്തെ ഒരു വ്യൂ. ചെറിയൊരു മഴയും പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ എപ്പോഴും നേരത്തെ എഴുന്നേൽക്കണ ആളൊന്നല്ല, പക്ഷെ എണീക്കണ ദിവസമൊക്കെ എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് തോന്നാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിച്ച് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒന്നല്ല കേട്ടോ. എൻ്റെ ഉമ്മയുടെ സിസ്റ്ററുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ സൈക്കിള്, ടോയ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാനിന്ന് വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് റോളാണ് ഉണ്ടാക്കണേ. ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ റോൾ ചെയ്തെടുക്കും. ഇതുണ്ടാക്കുമ്പോൾ അങ്ങനെ കുറേ ടൈം വേണ്ടി വരില്ലല്ലോ, അതാണ് കേട്ടോ ഇതുണ്ടാക്കണേ. എനിക്ക് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അതെപ്പോഴും സ്പെഷ്യലല്ലേ. ഇപ്പോൾ എല്ലാവരും ഫസ്റ്റ് ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ടൊക്കെ നടത്തലുണ്ട്. എല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വല്ല ഫങ്ഷൻസൊക്കെ വരണം എല്ലാവരെയും ഒന്ന് കാണാനായിട്ട്. നമ്മൾ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് വേഗം തീരാൻ വേണ്ടിയാണല്ലോ റോൾ ഉണ്ടാക്കിയത്. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഫുഡൊക്കെ കഴിച്ച് ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേനും ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ, എങ്ങനെ നേരത്തെ ഇറങ്ങാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും നമ്മൾ ഒരു 5-10 മിനിറ്റിൽ ലേറ്റ് ആവലുണ്ട്. ഈ റോൾ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ഒന്നും കറക്റ്റ് പറയാത്തത്. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ എനിക്ക് രാവിലെ കഴിക്കണേക്കാളും ഇഷ്ടം വൈകിട്ടോ രാത്രിയൊക്കെ കഴിക്കാനാണ്. രാവിലെ എണീറ്റപ്പോൾ മഴയാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ടാണ്. പിന്നെ 2 ദിവസമായിട്ട് അങ്ങനെ ഭയങ്കര വെയിൽ കാണാറില്ല. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഈ നവംബറിലത്തെയും ഡിസംബറിലത്തെയും ക്ലൈമറ്റ് ഇല്ലേ, ഈ തണുപ്പും കാറ്റൊക്കെ ഉള്ള ആ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം മെൻസ് വെയറിലാണ് കയറിയത്. അവിടെ ഒരുപാട് കളക്ഷൻ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടീഷർട്ടും ഒരു ജീൻസൊക്കെ എടുത്തായിരുന്നു. ഇങ്ങനത്തെ പാൻറ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിക്കൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ണിയുടെ ഡ്രസ്സ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ ഉണ്ണിക്കുള്ള ടോയ്സ് നോക്കാൻ കയറി. വരുന്ന വഴിക്ക് അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ വേഗം അവിടെ നിന്ന് പോന്നു. ഒരു 10-15 മിനിറ്റേ ഇരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് മസ്ക ബണ്ണ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫുള്ള് മസ്ക ബണ്ണാണല്ലോ, അപ്പോൾ പിന്നെ നമ്മ എങ്ങനെ ഉണ്ടാക്കി നോക്കാണ്ടിരിക്കുക. ഇതുണ്ടാക്കാനായിട്ട് ബണ്ണും ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും ഇത്രയും മതി. ക്രീം ഉണ്ടാക്കാനായിട്ട് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ബട്ടർ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ കുറച്ച് അധികം നേരം മിക്സ് ചെയ്യേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, സംഭവം നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ബട്ടറിൽ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. സംഭവം ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ ഇതെന്തുകൊണ്ട് ഇത്ര വൈറലായിന്ന്. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ വൈറലാവാഞ്ഞെന്നാ. ഇതിപ്പോൾ വൈറലാക്കിയ കപ്പിൾസ് ഉണ്ടല്ലോ, അവരെന്നെങ്കിലും എപ്പോഴെങ്കിലും തൃശ്ശൂർ വരികയാണെങ്കിൽ അവരെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും എല്ലാവർക്കും അവരുടെ മസ്ക ബൺ ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കിതേ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ മസ്ക ബണ്ണിന് ഇറാനി ചായയാണ് കോമ്പിനേഷൻ എങ്കിലും ഞാനിവിടെ സാദാ ചായ ഉണ്ട് ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ണെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ബണ്ണെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്, ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫില്ലായ പോലെയൊക്കെ തോന്നി. ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ക്രീം ആയതുകൊണ്ട് തന്നെ ക്രീം തേക്കുമ്പോൾ ഒട്ടും പിശുക്കണ്ട കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കണ്ട.